കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആരോഗ്യ സൗഖ്യത്തോടെ ഒരു 100 വർഷം നീ ഹാപ്പി ആയിട്ടിരിക്കാൻ ഇവ പ്രാർത്ഥിക്കാം. എടാ മോനെ കൊടുക്കടാ. ജ്യോതി വാ മോളെ, വാ കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ഹരിപ്രിയ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അല്ല അല്ല, കേക്ക് കട്ടിങ് മാത്രമല്ലോ, വേറൊന്നുമില്ലേ? ഞങ്ങളൊരു ഐറ്റം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആണോ? അത് ശരി, എന്നാ തുടങ്ങ. എല്ലാം പൊളിയും. റെഡി 1 2 3. What happened, Betty? Hey? Satyano? Hey? You? My little Kanna. നീ എന്നെ അനുഗ്രഹിച്ചോ? അയ്യോ മോളെ, സത്യമാണോ മോളെ? കണ്ണാ, താങ്ക് യു കണ്ണാ, താങ്ക് യു. വാ മോളെ, വാ. കൃഷ്ണ, എനിക്ക് വയ്യേ. വരുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് മൈ സൺ. നീ ഒരു ഫാദർ ആവാൻ പോകുന്നടാ. Your wife is pregnant.
വീട്ടിലെ ഒരു ബേബി വരാൻ പോന്നു. മൈസൺ, നീ എന്താ ഹാപ്പി അല്ലാത്തത്? അമ്മ ഇവിളിത് കള്ളം പറയുന്നതാണെന്ന് തോന്നുന്നു. ഏയ്, എടി ബേക്കറിക്കാരി, സത്യം പറ, ഇത് സത്യമാണോ? പിന്നല്ലാതെ ആന്നാ തോന്നുന്നേ. അതെ, അന്ന് കള്ളു കുടിച്ച് ഫിറ്റായി സരോവരത്തിൽ വന്ന ദിവസം നിങ്ങക്ക് ഓർമ്മയില്ലേ? അന്ന് എന്തൊക്കെയാ സംഭവിച്ചെന്ന് നിങ്ങക്ക് വല്ല ഓർമ്മയുണ്ടോ? അതെ അമ്മേ, അന്നുണ്ടല്ലോ. മതി മതി മതി, ബാക്കി സ്റ്റോറിയെ നീ പറയണ്ട. ഞാനേ ഊഹിച്ചെടുത്തേ പൂരിപ്പിച്ചോളാം. മൈസൺ, നിന്റെ വൈഫിനെ ചേർത്ത് പിടിക്കേണ്ട ടൈമായത്. അമ്മേ, ഇത് എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന്റെ ആയിരിക്കും. നോ, ഐ ആം ഷുവർ. ഒരു പെണ്ണും തന്റെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ കള്ളം പറയില്ല. ഞങ്ങളാരും പറയില്ല, പക്ഷെ ഇവള് പറയും. നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മേ, താരെ അനാവശ്യം പറയരുത്. ഷീ ഈസ് പ്രഗ്നന്റ്. എനിക്ക് വിശ്വാസമാ. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ബേക്കറിക്കാരുടെ മുഖം കണ്ടറിയാം ഇത് അവളുടെ അടവാണെന്ന് ഉറപ്പാ. മോനെ കുശനിക്കാരാ, ഇനി നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കും. പ്രഗ്നന്റ് ആയ വൈഫിനെ ലവ് ചെയ്യേണ്ടതേ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടിയാ. ബെറ്റി, യു ആർ വെരി ലക്കി. എന്റെ മെമ്പർ സമ്മാനം അടിച്ചതേ നിനക്കാ. അതെങ്ങനെ ഇപ്പൊ പറയാൻ പറ്റും? ആദ്യം പ്രഗ്നന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തട്ടെ, എന്നിട്ട് മതി സമ്മാനം പ്രഖ്യാപിക്കുന്നത്. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പാ. ജ്യോതി, നീ ഓക്കെ അല്ലേ? അയ്യോ, ഈ ഹാപ്പി നമുക്കൊന്ന് എൻജോയ് ചെയ്യണം. ഈ അമരാവതിയെ ഒരു ഗോകുലം ആകാൻ പോകുന്നു. മൈസൺ, ഒരു ലിറ്റിൽ കണ്ണനെ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നു. ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പിഡാ. ബെറ്റി, കം ഓൺ. പതുക്കെ 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 പതുക്കെ. ഏട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ദേവി, നീ രക്ഷിച്ചു. ജ്യോതിമോളുടെ കാര്യത്തിലായിരുന്നു സുധേട്ടന്റെ വിഷമം മുഴുവൻ. നാളെ തന്നെ ജയിലിൽ പോയി
എനിക്ക് വിവരം സുധേഷനോട് പറയണം. മൈ ലിറ്റിൽ കണ്ണനെ എന്നെ രക്ഷിച്ചു. അമരാവതിയുടെ അനന്തര അവകാശിയാ ജ്യോതിയുടെ വയറ്റിലുള്ളത്. ഓ, എന്റെ മോന്റെ ലൈഫിൽ ഒരർത്ഥം ഉണ്ടായി എന്റെ ആശാലത്തെ. ഐ ആം ഹാപ്പി, വെരി വെരി ഹാപ്പി. എന്റെ കണ്ണാ, ഇത് ഒറിജിനൽ ഗർഭമല്ലെന്നെങ്ങാനും പുറത്തറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതിന്ന് ഇനി എങ്ങനെ കരയേറും എന്റെ ഭഗവാനെ. കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷത്തില് അമരാവതി മുഴുവൻ ആഹ്ലാദത്തിലാ. ഈ ഗർഭം ഒരു ചതിയാണെന്നെങ്ങാനും ഇവരറിഞ്ഞാ എന്താവും എന്റെ സ്ഥിതി. കൊടുക്കാം. മോളെ, നിന്റെ മമ്മി വിളിക്കുന്നു. അല്ല, അമ്മ സംസാരിച്ചാ മതി. നോ നോ നോ, യു സ്പീക്ക്. യുവർ മമ്മി സ്പീക്ക്. ഹലോ മമ്മി. മോളെ സുഖല്ലേ? ആ, സൂക്ഷിക്കണം മോളെ, ഭാരം ഒന്നും തൂക്കിയെടുക്കരുത്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം. അമരാവതിയുടെ ഭാഗ്യോ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? അയ്യോ, സന്തോഷം മമ്മി, ഭയങ്കര സന്തോഷ. എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാഞ്ഞിട്ടേ. അതെ, ഞാൻ നാളെ തന്നെ നിന്റെ അച്ഛനെ ചെന്ന് കണ്ട് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അച്ഛനെ കാണാൻ ഞാനും കൂടി വരട്ടെ മമ്മി? ഈ സമയത്ത് ഇങ്ങനെ യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീ വരണ്ട. അപ്പൊ ശരി. ആ പിന്നെ മോളെ, ആഹാരം നല്ലതുപോലെ കഴിക്കണേ. മണിവർണ്ണ സ്വാമികൾ പറയുന്ന പോലെ ആൺകുട്ടി തന്നെയായിരിക്കും. അപ്പൊ ശരി, പിന്നെ വിളിക്കാം. എന്റെ ദേവി, 2 കുഞ്ഞുങ്ങള് ഈ മുറ്റത്ത് ഓടിക്കളിക്കാൻ പോന്നു. മോളെ, ഈ ബേബി ഒരു ബോയ് ആയിരിക്കും. മണിവർണ്ണ സ്വാമികളുടെ പ്രവചനം ഫലിക്കും. നിനക്ക് എന്തൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞ ഈ അമ്മ സാധിച്ചു തരും. ഒരു മസാല ദോശ പറയട്ടെ? ഒന്ന് ചുമ്മാതിരിക്കണേ, എനിക്കൊന്നും വേണ്ട. ഇങ്ങനൊന്നും നടക്കരുത്. ഉള്ളിലുള്ളതേ ഒരു ജീവനാ. പതുക്കെ 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 വേണം നടക്കാൻ. ഓക്കേ, ചെല്ല്. പതുക്കെ 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 സ്റ്റെപ്പൊക്കെ ഇറങ്ങി സൂക്ഷിച്ചു വേണം കേട്ടോ. മൈ ലിറ്റിൽ കണ്ണാ, യു ആർ വെരി വെരി ഗ്രേറ്റ്. മൈ ലിറ്റിൽ കണ്ണ, നീ എന്റെ സങ്കടം കേട്ടല്ലോ കണ്ണ. മൈ ബേട്ടി പ്രഗ്നന്റാ. ഹിറ്റ്ലർക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? കണ്ണാ, എന്നോട് ക്ഷമിക്കണേ. എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. കണ്ണ, നിന്നെ പോലെ ഒരു ഉണ്ണിക്കണ്ണനെ ഇവിടെ ഓടിക്കളിക്കാൻ പോവുക. ഉണ്ണിക്കണ്ണനാണെന്ന് അമ്മ അങ്ങ് തീരുമാനിച്ചോ? അമ്മ, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇവള് വെറുതെ പറയുന്നതായിരിക്കും. അവിടെ എനിക്കറിയാം ഇവള് പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെ അഹങ്കാരം പറഞ്ഞോണ്ടല്ലോ കണ്ണന്റെ മുന്നിലാണെന്ന് വിചാരിക്കത്തില്ല. ചെറിയ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. അമ്മേ, ഇവള് പറയുന്നത് കണ്ണു അടച്ച് വിശ്വസിക്കണ്ട. മുൻപും ഇവളീ ഛർദിയും അഭിനയവും ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കണം, എന്നിട്ട് വിശ്വസിച്ചാ മതി. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? ഒരു പ്രഗ്നൻസി ടെസ്റ്റിന്റെ കിറ്റ് വാങ്ങി നോക്കിയാ പോരെ? പെട്ടെന്ന് അറിയാം. ഈശ്വരാ, ഇവളുമാര് രണ്ടും കൽപ്പിച്ചാണല്ലോ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഈ കാര്യത്തില് ജ്യോതി എന്തിനാ കള്ളം പറയുന്നേ? അതെ അതെ, നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഓണം കൂടുതൽ ഉണ്ടവളാ ഈ പത്മാവതി അമ്മ. എനിക്കറിയാം ഇവള് ഗർഭിണിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. കണ്ടോ കണ്ടോ, ഈ ക്ഷീണം തളർച്ചയൊക്കെ ഇതിന്റെയാ. മോള് ജ്യൂസൊക്കെ ശരിക്കും കുടിക്കണം കേട്ടോ. ഇവള് പറയുന്നത് വിശ്വസിച്ചാലേ അമ്മ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. കേട്ടില്ലേ അമ്മ പറയുന്നേ? എന്നെ ഹിറ്റ്ലറിന് തീരെ വിശ്വാസമില്ല.
നിന്നെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് കാരണങ്ങളുണ്ട്. ദേ, 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 നീ ഒന്നും പറയണ്ട. ഇവക്ക് ജനിക്കുന്ന രാജകുമാരനാ ഈ വീടിന്റെ അവകാശി. രാജകുമാരിയാണെങ്കിലോ? രാജകുമാരിയാണല്ലോ അവൾ തന്നെ അവകാശി. വന്നിരിക്കുക കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. അമ്മേ, ടെസ്റ്റ് നടത്തി നോക്കാതെ ഇത് വിശ്വസിക്കാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഛർദിച്ചതാകാനും മതി. അമ്മേ, നമുക്കിപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വരുത്തിയ പോരെ? അല്ല, നിങ്ങൾക്കാർക്കും ഇവിടെ ഇത്രമാത്രം വിശ്വാസമൊന്നുമില്ലേ? ഞങ്ങൾക്കാർക്കും വിശ്വാസമൊന്നുമില്ല. എന്നാ എനിക്ക് വിശ്വാസം. ദേ, ഒരു പെണ്ണും തന്റെ ബേബിയെ വെച്ച് കള്ളം പറയില്ല. മൈ ലിറ്റിൽ കണ്ണന്റെ മുന്നിലാ അവള് നിൽക്കുന്നത്. ഇവിടെ വെച്ച് ഇവള് കള്ളം പറയില്ല. കണ്ണാ, എന്നോട് ക്ഷമിക്കണേ. നിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കള്ളം പറയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹിറ്റ്ലറിന്റെ പിണക്കം മാറാൻ വേറെ വഴിയില്ലാത്തോണ്ടാ ഇങ്ങനെ കള്ളം പറയേണ്ടി വന്നത്. അപ്പൊ കണ്ണ കണ്ടില്ലേടാ ഇവിടെ സങ്കടം. ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് എനിക്ക് വേണ്ട. ഒരു ടെസ്റ്റ് എനിക്ക് വേണ്ട. നിങ്ങൾക്ക് വേണം നടത്തിക്കോ. എനിക്ക് ഉറപ്പാ മൈ ബേട്ടി പ്രഗ്നന്റാ. കണ്ണ, താങ്ക്സ് കണ്ണ, വെരി വെരി താങ്ക്സ്. കണ്ണ, നിന്റെ നക്ഷത്രത്തിൽ ഒരു ലിറ്റിൽ കണ്ണൻ ജനിക്കുന്ന മണിവർണ്ണ സ്വാമികൾ പ്രവചിച്ചിരിക്കുന്നത്. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. വാ ബേട്ടി, വാ. പതുക്കെ പതുക്കെ പതുക്കെ. അമ്മ ഇപ്പൊ വരാം കേട്ടോ. നീ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ അല്ലേ? അതോ അമ്മ പറഞ്ഞ ബമ്പർ പ്രൈസ് അടിച്ചെടുക്കാനുള്ള കള്ളത്തരമാണോ? ഇത് കള്ളത്തരാണെങ്കിൽ നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? ഇങ്ങനൊരു കാര്യത്തിന് നിങ്ങൾ കള്ളം പറയോ? ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? അപ്പൊ പിന്നെ ജ്യോതിയെ സംശയിക്കുന്ന എന്തിനാ? അമ്മേ, അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, നിന്നേക്കാൾ എനിക്ക് വിശ്വാസം ഇപ്പൊ എനിക്ക് അവളെയാ. അമ്മേ, ഡോക്ടർ സുഷമയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നീ ഇപ്പൊ ആരെയും വിളിക്കുന്നില്ല. അമ്മേ, അമ്മ എനിക്ക് അവളോട് ഒരു വിരോധവുമില്ല, സ്നേഹക്കുറവുമില്ല. അമ്മേ, ഇത് അവളെന്തോ ഉടായിപ്പ് പരിപാടി ഒപ്പിക്കാനുള്ള അടവാ. അതിൽ അമ്മ വീണ് പോകരുത്. അമ്മേ, ഇതെന്തിനാ ഈ ഓർണമെന്റ്സ് ഒക്കെ എടുക്കുന്നത്? ഞാൻ ഈ ഓർണമെന്റ്സ് ഒക്കെ ജ്യോതിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുക. എന്റെ പൊന്നമ്മേ, ആദ്യം ഇതൊന്ന് കൺഫേം ചെയ്യട്ടെ, എന്നിട്ട് പോരെ അവാർഡ് ദാനം. നീ എന്റെ കയ്യിൽ മേടിച്ചെടുക്കട്ടാ. സാധാരണ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോ ഹാപ്പിയായി ബ്രേക്ക് ഡാൻസ് കളിക്കുന്നവരാ ഭർത്താക്കന്മാര്. നീ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? അമ്മേ, അവളിത് എനിക്കിട്ട് ഏതാണ്ട് പണി തരാനുള്ള പുറപ്പാടാ. അതിന് നിങ്ങളെയെല്ലാം ആ ബേക്കറിക്കാരി പ്രഗ്നൻസിയുടെ പേര് പറഞ്ഞ് ട്രാപ്പിലാക്കിയിരിക്കുക. ട്രാപ്പിലാക്കിയതേ അവളല്ല, നീയാ. നീയല്ല, സാക്ഷാൽ വേലിത്തമ്പ് ചെലവിയായാലും ഞാനതേ അവൾക്ക് കൊടുക്കും. അവളെന്റെ മരുമകളാ, നിന്റെ വൈഫാ. എന്റെ മുന്നിൽ വെച്ചിട്ടാ അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടേ എനിക്ക് വിശ്വാസമാ. അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പാ. നാളെ ഇത് അവള് മാറ്റി പറഞ്ഞാൽ? അതെപ്പോഴല്ലേ, അതിന്റെ കാര്യം ഇപ്പൊ പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടംപോലെ നടക്കട്ടെ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പൈസ എടാ, അവക്കിപ്പോ വേണ്ടതേ നിന്റെ ലവും കെയറുവാ. പ്രഗ്നന്റ് ആയ വൈഫിന് ഒരു ഹസ്ബൻഡിന്റെ സാമീപ്യമാണ് ഏറ്റവും വലിയ ഹാപ്പി. കമോൺ മൈസൻ, കമോൺ.
മായച്ചി, അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്താ? അമ്മയുടെ സ്വർണപ്പെട്ടി. ഇത് മുഴുവൻ ഇന്ന് അവൾക്ക് കൊടുക്കും. എങ്ങനെങ്കിലും തടയാൻ പറ്റുമോ ചേച്ചി? ഒരിക്കൽ എനിക്ക് വേണ്ടി അമ്മ കാത്തുവെച്ച സന്തോഷം ഇപ്പൊ അമ്മ ജ്യോതിക്ക് കൊടുക്കാൻ പോവാ. അതും എന്റെ കൺമുന്നിൽ. I am happy, babies. You are happy? എന്റെ സണ്ണിന്റെ ബേബിയെ ഡെലിവറി ചെയ്യുന്ന മരുമകൾക്ക് കൊടുക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ ഈ ഓർണമെന്റ്സ്. ഇതേ ഞാൻ ഇവൾക്ക് കൊടുക്കാൻ പോവുക.